പ്രകൃതി മനോഹാരിത കൊണ്ടും ദീനീ പാരമ്പര്യം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച നാടാണ് ആലപ്പുഴ ജില്ലയിലെ വടുതല. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായി. ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് മേഖലകളിൽ നിരവധി സ്കൂളുകൾ വടുതലയിൽ സ്ഥാപിതമായി. കാലചക്രത്തിൻ്റെ കറക്കം മനുഷ്യൻ്റെ ചിന്തയിലും ആശയങ്ങളിലും മൂല്യബോധങ്ങളിലും വൻ മാറ്റം സൃഷ്ടിച്ചു. സ്കൂൾ ക്യാമ്പസുകൾ തിന്മയുടെ പരിസരങ്ങളാവാൻ തുടങ്ങി. മദ്യവും മയക്കുമരുന്നുകളും ഉത്തമ സമുദായത്തിൻ്റെ മക്കളിലും സ്വാധീനം ചെലുത്തി തുടങ്ങി. ദീനീ പഠനത്തോടുള്ള രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും നിലപാടുകളിലും കാര്യമായ മാറ്റങ്ങളുണ്ടായി. സ്കൂൾ പഠന സമയത്തിനനുസരിച്ച് മദ്രസ പഠനത്തിൻ്റെ സമയങ്ങൾ ചുരുങ്ങി നാമമാത്രമായി ദീനീ പഠനം പാർശ്വവൽക്കരിക്കപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് പുതിയ ഒരു മാതൃകയെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നത്. സ്കൂൾ പഠനവും മദ്രസ പഠനവും ദീനീ സംസ്കാരവും ആദർശവും ഒരു കുടക്കീഴിലാക്കി പ്രീ-KG തലം മുതൽ ഡിഗ്രി തലം വരെ ഒരേ റൂട്ടിൽ സഞ്ചരിക്കാൻ അവസരം ഒരുക്കിയാലോ? ആ ചിന്തയാണ് 2017 റസാ ഗാർഡൻ അക്കാദമി എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഭവത്തിന് നിദാനമാകുന്നത്. റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂൾ പ്രീ-KG മുതൽ ദീനും ദുനിയാവും സമന്വയിപ്പിച്ച് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകി സംസ്കാര സമ്പന്നരായ സൽസ്വഭാവികളും നന്മയുടെ വാഹകരുമായ ഒരു തലമുറയുടെ സൃഷ്ടിപ്പിനായി 9 വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്നു. 2025-26 അക്കാഡമിക വർഷം റസാ ഗാർഡൻ സ്കൂളിന് അക്കാഡമിക് എക്സലൻസിൻ്റെയും നേട്ടങ്ങളുടെയും വർഷമായിരുന്നു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ മദ്രസ 7ാം ക്ലാസ് പൊതുപരീക്ഷയിൽ 100% വിജയം കൈവരിക്കുകയും ഫായിസ ഫാത്തിമ, ഫാത്തിമ മുഫീദ, മുഫീദ ഫാത്തിമ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. പരിശീലനമാണ് ഏത് അധ്യാപകനെയും മികച്ചതാക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അധ്യാപകർക്ക് കൃത്യമായ അക്കാഡമിക് പ്ലാനിംഗ് നൽകി അവരെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മെയ് മാസം എഡ്യൂവാൻറ്റേജ് എന്ന പേരിൽ ഒരു അധ്യാപക ശാക്തീകരണം നടത്തി. 2025 ജൂൺ 4 പുതിയ അക്കാഡമിക വർഷത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം അലിഫ് ഡേ നടന്നു. റസാ ഗാർഡൻ സ്ഥാപനങ്ങളുടെ ആത്മീയ നേതൃത്വം അരൂർ വടുതല മഹൽ സംയുക്ത ഖാദി സയ്യിദ് PMS തങ്ങൾ ഷാത്വിരി പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികൾക്ക് അലിഫ് എഴുതി വിദ്യാലോകത്തേക്ക് കൈപിടിച്ച് കയറ്റിയതോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. അതോടൊപ്പം 3 വർഷത്തെ KG പഠനം പൂർത്തിയാക്കിയ മിടുക്കർക്ക് ഗ്രേഡ് 1ലേക്കുള്ള ആവേശോജ്വലമായ സ്വീകരണമെന്നോണം സംഘടിപ്പിക്കപ്പെട്ട ഗ്രാജുവേഷൻ സെറിമണിയും നടന്നു. 2024-25 അക്കാഡമിക് എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിനായി വൈവിധ്യങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഗുണമേന്മയുള്ളതും NEP അലൈൻഡ് ആയിട്ടുള്ളതുമായ മോസ്റ്റ് അപ്ഡേറ്റഡായ സിലബസും കരിക്കുലവുമാണ് റസാ ഗാർഡൻ പിന്തുടരുന്നത്. അതാവട്ടെ 450ഓളം സ്കൂളുകളുടെ കൂട്ടായ്മയായ IAME അഥവാ ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ്റെ കൃത്യമായ മേൽനോട്ടത്തിലുമാണ്. IAME KG ക്ലാസുകളിൽ നൽകുന്ന ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എടുത്തു പറയേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ ഇൻസ്പെക്ഷനുകൾ നടത്തി KG വിദ്യാർത്ഥികളുടെ ഫൗണ്ടേഷൻ കരുത്തുറ്റതാക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പേരൻസ് മീറ്റുകൾ, അധ്യാപക പരിശീലനങ്ങൾ എന്നിവ ശ്രദ്ധേയമാണ്. മിസിസ് വന്ദന റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള മികച്ച ഒരു ടീമിൻ്റെ സേവനം നമുക്ക് ലഭിക്കുന്നു. റസാ ഗാർഡൻ KG സെക്ഷനിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് മിസിസ് സെമീന IAMEയിൽ നിന്ന് പ്രത്യേക അപ്രീസിയേഷൻ നേടിയിട്ടുണ്ട്. IAME നടത്തിയ ട്വിങ്കിൾ ടോട്ട്സ് റീഡിംഗ് കോമ്പറ്റീഷനിൽ
3 വയസ്സുകാരിയായ പ്രീ-KG വിദ്യാർത്ഥിനി സിയാറ ബത്തൂൽ 1ാം സ്ഥാനം നേടി. ജൂൺ 26-ന് ആൻറ്റി ഡ്രഗ്സ് ഡേയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ ലഹരി വിരുദ്ധ റാലി ശ്രദ്ധേയമായി. മദ്യവും മയക്കുമരുന്നും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ലഹരിക്കെതിരെ പൊരുതുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ റസാ ഗാർഡൻ പോലെയുള്ള നൈതിക വിദ്യാ സമന്വയ സ്ഥാപനത്തിനേ കഴിയൂ. 21ാം നൂറ്റാണ്ടിൻ്റെ മാറ്റങ്ങളെയും സങ്കീർണതകളെയും അഭിമുഖീകരിക്കാൻ പ്രാപ്തരായവരും നൈതികതയും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ലീഡേഴ്സിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിൽ സ്ഥാപിതമായതാണ് ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ. കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും ഗൈഡൻസും നൽകി IAS, IFS തുടങ്ങി ഉന്നത തലങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തി ഒരു വലിയ ലീഡേഴ്സ് പൂൾ നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനമാണ് ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ. ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ 8ാം ക്ലാസ്സുകാർക്ക് വേണ്ടി നടത്തുന്ന ടാലൻറ്റ് സ്പാർക്ക് എക്സാമിനേഷനിൽ കഴിഞ്ഞ 2 വർഷവും റസാ ഗാർഡൻ കുട്ടികൾ ഫെലോഷിപ്പ് നേടി. കഴിഞ്ഞ വർഷം റസാ ഗാർഡനിൽ നിന്ന് 4 വിദ്യാർത്ഥികളാണ് പ്രിലിമിനറി എക്സാമിനിൽ ക്വാളിഫൈഡ് ആയത്. നൗറ ഫാത്തിമ, അറഫ നസ്രിൻ, ഫാത്തിമ സഹ്റ, ഫാത്തിമ ജൗഹറ എന്നിവർ ഫൈനലിലേക്ക് സെലക്ട് ആവുകയും എറണാകുളത്ത് വെച്ച് നടന്ന ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂവിൽ റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് ഷെയ്ഖ് അബൂബക്കർ ഫെലോഷിപ്പ് കരസ്ഥമാവുകയും ചെയ്തു. നൗറ ഫാത്തിമ, അറഫ നസ്രിൻ എന്നീ വിദ്യാർത്ഥിനികളാണ് ഷെയ്ഖ് അബൂബക്കർ ഫെലോഷിപ്പ് നേടിയത്. 2025 ആഗസ്റ്റിൽ കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ വെച്ച് നടന്ന ഫെലോ മീറ്റിൽ 1ലധികം വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് ലഭിച്ച സ്കൂളുകൾക്കുള്ള ആദരവിൽ തെക്കൻ കേരളത്തിൽ നിന്ന് തന്നെ റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂൾ മാത്രമാണ് ഇടം പിടിച്ചത്. സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അനുഗ്രഹീത കരങ്ങളിൽ നിന്ന് റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂളിനുള്ള അംഗീകാരമായി പുരസ്കാരം നേടിയത് അഭിമാന മുഹൂർത്തമായി. മത്സരത്തിൻ്റെ ലോകത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ്റെ ജനനം തന്നെ ഒരു മത്സരത്തിൻ്റെ ബാക്കി പത്രമാണല്ലോ. മുൻകാലങ്ങളേക്കാൾ പ്രതിഭകൾ വർദ്ധിച്ച ഈ കാലത്ത് കൂടുതൽ മികവുള്ള പ്രതിഭകൾക്കാണ് അവസരങ്ങൾ ലഭിക്കുക. ഈ സാഹചര്യം ഉൾക്കൊണ്ടാണ് റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ പരമാവധി സൃഷ്ടിക്കുന്നത്. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് IAME സംസ്ഥാന തലത്തിൽ നടത്തുന്ന ISET പരീക്ഷ അതിൽപ്പെട്ടതാണ്. കഴിഞ്ഞ 9 വർഷങ്ങളായി ISET പരീക്ഷയിൽ ഉന്നത വിജയങ്ങളാണ് റസാ ഗാർഡനെ തേടിയെത്തിയത്. 2023-24 വർഷം ISET ഗ്രാൻഡ് ഫിനാലെ ചാമ്പ്യന്മാരായത് റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂളായിരുന്നു. ഈ വർഷത്തെ പ്രിലിമിനറി ഫലം പുറത്തു വരുമ്പോൾ 55 ഗോൾഡ് മെഡൽസ്, 110 സിൽവർ, 58 ബ്രോൺസ് മെഡലുകൾ റസാ ഗാർഡനിലെ മിടുക്കർ നേടിയെടുത്തു. കൂടാതെ ISET പരീക്ഷയിൽ 4-7 ക്ലാസുകളിൽ നിന്ന് ഉന്നത മാർക്ക് നേടിയ കുട്ടികൾക്കായി IAME സ്റ്റേറ്റ് ലെവലിൽ LSS USS മാതൃകയിൽ നടത്തുന്ന LTS UTS പരീക്ഷകളിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ഗ്രേഡ് 7-ലെ നജ ഫാത്തിമയും ഗ്രേഡ് 4-ലെ മുഹമ്മദ് സവാദ്, അഹമ്മദ് ഇയാസ്, മുഹമ്മദ് ഫലാഹ്, മിൻഹ ഫാത്തിമ, ഫാത്തിമ ഫർഹാന TY എന്നീ വിദ്യാർത്ഥികൾ അർഹത നേടി. ആർട്ടോറിയം IAME CBSE സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന കലാമേളയാണ് ആർട്ടോറിയം. സ്കൂൾ, സോൺ, സ്റ്റേറ്റ് ലെവലുകളിലായി ആവേശം വാനോളം ഉയർത്തുന്ന കലാമേളയാണ് ആർട്ടോറിയം. സെൻട്രൽ സോണിലെ വെറ്റീരാൻ സ്കൂളുകളോട് മത്സരിച്ച് ട്രോഫികൾ കൊയ്താണ് എല്ലാ വർഷവും റസാ ഗാർഡൻ മത്സരികൾ തിരിച്ചു വരുന്നത്. ഈ വർഷവും പതിവ് തെറ്റിച്ചില്ല. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ റസാ ഗാർഡൻ്റെ കയ്യൊപ്പ് ചാർത്തി സബ് ജൂനിയർ ഗേൾസ്, ജൂനിയർ ഗേൾസ് വിഭാഗങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടി സംസ്ഥാന തലത്തിലേക്ക് റസാ ഗാർഡൻ മിടുക്കർ നടന്നു കയറി. സെൻട്രൽ സോൺ ആർട്ടോറിയം വേദിയിൽ റസാ ഗാർഡൻ വിദ്യാർത്ഥികൾ നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി ശ്രദ്ധ പിടിച്ചുപറ്റി. സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ത്വയ്ബ മറിയം,
സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഹിബ ഫർഹാന എന്നിവർ സ്റ്റാർ ഓഫ് ദി ഫെസ്റ്റ് നേടി. ലിംഗ്വ ഫിയസ്റ്റ IIME സ്റ്റേറ്റ് ലെവലിൽ മാത്രം നടത്തുന്ന ഇംഗ്ലീഷ് ഫെസ്റ്റാണ് ലിംഗ്വ ഫിയസ്റ്റ. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വിദ്യാർത്ഥി ആർജിക്കേണ്ട ആഴവും പരപ്പും അറിയണമെങ്കിൽ ലിംഗ്വ ഫിയസ്റ്റയിൽ പങ്കെടുക്കണം. റസാ ഗാർഡൻ വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യാറുണ്ട്. ഈ വർഷത്തെ ലിംഗ്വ ഫിയസ്റ്റ മത്സരത്തിൽ പങ്കെടുത്ത് ലിറ്റോക്ക് മത്സരത്തിൽ 3ാം സ്ഥാനം നേടി 10ാം ക്ലാസ് വിദ്യാർത്ഥിനി റസ്മിയ റസ. സ്മാർട്ട് സ്കോളർഷിപ്പ് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സ്കോളർഷിപ്പ് പരീക്ഷയാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. 2024-25 വർഷത്തെ സ്കോളർഷിപ്പ് പരീക്ഷയിൽ മുഹമ്മദ് സവാദ് ഓവറോൾ 3ാം റാങ്ക് നേടി സ്വർണ്ണ നാണയം കരസ്ഥമാക്കുകയും മുഹമ്മദ് ഫലാഹ്, നൗറ ഫാത്തിമ എന്നീ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് തുക നേടുകയും ചെയ്തിരുന്നു. 2025-26 വർഷത്തിൽ നടത്തിയ സ്മാർട്ടിൽ സ്മാർട്ടായി വീണ്ടും റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂൾ. 9ാം ക്ലാസ്സിൽ ഓവറോൾ 3ാം റാങ്ക് നേടി നൗറ ഫാത്തിമയും 4ാം ക്ലാസ്സിൽ നിന്ന് ഓവറോൾ 6ാം റാങ്ക് നേടി മുഹമ്മദ് സവാദും റസാ ഗാർഡൻ്റെ അഭിമാന താരങ്ങളായി മാറി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിനുള്ള പ്രത്യേക പുരസ്കാരവും റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂളിന് ലഭിച്ചു. ഷെയ്ഖ് അബൂബക്കർ ഫൗണ്ടേഷൻ UN മാതൃകയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള സ്കൂളുകളിലെ ടാലൻ്റഡായ വിദ്യാർത്ഥികളെ പ്രത്യേക ഇൻ്റർവ്യൂവിലൂടെ തെരഞ്ഞെടുത്ത് സംഘടിപ്പിച്ച UN മോഡൽ അസംബ്ലിയിൽ റസാ ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂളിലെ അറഫ നസ്റിൻ, നൗറ ഫാത്തിമ എന്നീ വിദ്യാർത്ഥികൾ യോഗ്യത നേടി. 2025 ഡിസംബർ 21 കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ വെച്ച് നടന്ന UN മോഡൽ അസംബ്ലിയിൽ ഖത്തറിനെ പ്രതിനിധീകരിച്ച് നൗറ ഫാത്തിമയും ബെൽജിയത്തെ പ്രതിനിധീകരിച്ച് അറഫ നസ്റിനും പങ്കെടുത്തു. ഖത്തറിനെ പ്രതിനിധീകരിച്ച നൗറ ഫാത്തിമക്ക് മികച്ച ഇടപെടലിൽ 2ാം സ്ഥാനം ലഭിച്ചു. ഖുർആൻ ഫെസ്റ്റ് IIME സ്കൂളുകളിൽ ഖുർആനും ഹദീസും ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവമാണ് ലൈറ്റ് അപ്പോൺ ലൈറ്റ് ഖുർആൻ ഫെസ്റ്റ്. ആലുവയിൽ നടന്ന സെൻട്രൽ സോൺ ലൈറ്റ് അപ്പോൺ ലൈറ്റ് മത്സരങ്ങൾ സമാപിക്കുമ്പോൾ വേദിയിൽ തയ്യാറാക്കി വെച്ചിരുന്ന ട്രോഫികളിൽ ഭൂരിഭാഗവും റസാ ഗാർഡൻ മക്കൾ കൈവശപ്പെടുത്തിയിരുന്നു. സബ് ജൂനിയർ, ജൂനിയർ, ഗേൾസ് ആൻഡ് ബോയ്സ് വിഭാഗങ്ങളിലെല്ലാം ചാമ്പ്യൻഷിപ്പ് നേടി ആരവങ്ങളോടെയാണ് റസാ ഗാർഡൻ ചാമ്പ്യൻസ് മടങ്ങിയത്. സീനിയർ വിഭാഗത്തിൽ ചാമ്പ്യന്മാരാകേണ്ടിയിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ സെക്കൻഡ് ടേം എക്സാം നടക്കുന്ന സമയമായതിനാൽ പഠനത്തിന് പ്രാമുഖ്യം നൽകി പിന്മാറിയപ്പോഴും തൻ്റെ കഴിവുകൾ മാറ്റുരക്കാനുള്ള അവസരം ആർജവത്തോടെ ഉപയോഗപ്പെടുത്തിയ നൂറുൽ അമീൻ മത്സരിച്ച എല്ലാ ഇനങ്ങളിലും സമ്മാനങ്ങൾ നേടിയത് മികച്ച അനുഭവമായി. നീഷ് ഓഫ് എക്സലൻസ് അഥവാ മികവിൻ്റെ വിളക്കുമാടം. ഇത് കേവലം ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ പേരല്ല, റസാ ഗാർഡൻ്റെ അടയാളപ്പെടുത്തലാണ്. കൃത്യവും ആസൂത്രിതവുമായ പ്ലാനിങ്ങും സിസ്റ്റവും, സമർത്ഥരായ വിദ്യാർത്ഥികളും സമർപ്പിതരായ അധ്യാപകരും മാനേജ്മെൻറ്റും സപ്പോർട്ടീവായ രക്ഷിതാക്കളും ഒരേ മനസ്സോടെ ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ടു പോകുന്നതിനാലാണ് റസാ ഗാർഡൻ മികവിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നത്. ഇനിയും നിരവധി നേട്ടങ്ങളിലേക്ക് നമുക്ക് ചെന്നെത്താനുണ്ട്. 2026 SSLC ബാച്ച് നമ്മുടെ പ്രതീക്ഷയാണ്. റസാ ഗാർഡൻ്റെ ആദ്യ SSLC ബാച്ചിൻ്റെ മികച്ച റിസൾട്ട് സ്ഥാപനത്തിൻ്റെ റീച്ച് കൂട്ടുമെന്നതിൽ സംശയമില്ല. മദ്രസ 10ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതി അടുത്ത SSLC പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു അവർക്ക് അഭിമാനാർഹമായ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.